എന്തായാലും ഇവിടെ വി എസിൻ്റെ സന്തത സഹചാരിയായിരുന്ന ജോസഫ് സി മാത്യു ഉണ്ട്. വി എസ് ജനകീയനാണ് എന്ന് അറിയാം, പക്ഷേ ഇത്രമേൽ ആളുകൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നു ഈ ഒരു ജനക്കൂട്ടം കണ്ടപ്പോൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊന്നും ഒരു കാലത്തും സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു 6 വർഷത്തോളം മൗനിയായിരുന്നു. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല. ആ രീതിയിലൊരു ഗ്യാപ്പ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും 6 വർഷം ഒരു വലിയ കാലയളവാണ്. ഒരാൾ നഷ്ടപ്പെട്ടാൽ അത് വിസ്മൃതിയിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും എണ്ണി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവരതെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൽ നല്ല ധാരണയുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, യുവതികൾ ഒക്കെ കാണിച്ച ഒരു ആവേശവും മുദ്രാവാക്യവും എല്ലാം സൂചിപ്പിക്കുന്നത് ഭാവി കേരളത്തിന് എന്താണ് വേണ്ടതെന്നുള്ളതിലും അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. വി എസിൻ്റെ ഒപ്പം നിന്നുകൊണ്ടായിരിക്കും വി എസിനോടൊരു ചെറിയ പങ്ക് നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മുഴുവൻ വി എസിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സബ്സെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പാർട്ടി പ്രവർത്തകർ പോലും നമ്മൾ സമീപകാലത്തൊക്കെ കുറേ വിമർശിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ടും അവർ കാണിച്ച സ്നേഹവും ഒക്കെ വി എസിനോടുള്ള സ്നേഹത്തിൻ്റെ സബ്സെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇതൊരു നമ്മൾ അടുത്ത് നിന്നൊന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തിരിച്ചറിവുകളുടെ സമയവും കൂടിയാണ്. അപ്പോൾ വി എസ് ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഓർമ്മയോ അതൊന്നുമല്ല. അദ്ദേഹം അതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തി, നമ്മൾ പോരാളികളാകുക എന്നുള്ളതാണ്. ആ രീതിയിൽ വി എസ് നമ്മളോടൊരു ആഹ്വാനമാണ് ഭരണത്തിലൂടെയും ചെയ്യുന്നത് എന്നാണ്. നിങ്ങളെല്ലാവരും ചേർന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങളും നിലപാടുകളും ഒക്കെ ശരിയാണ് എന്നുള്ളൊരു ബോധ്യം കൂടിയല്ലേ ഈ ജനസംഖ്യ? വി എസ് ആണ് ശരി എന്നുള്ളത് കാലം അടിവരയിടുകയും കൂടിയാണ്. വി എസ് പറഞ്ഞത് അല്പം വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതും കൂടി ചിന്തിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ മാറ്റി നിർത്തി പറയുകയല്ല, വളരെ സെൽഫ് ക്രിട്ടിക്കലായിട്ട് പറഞ്ഞ് അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ കൂടുതൽ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് ഉള്ളൊരു ആഹ്വാനം കൂടിയാണ്. വി എസ് മാത്രമല്ല, അതിനോട് പ്രതികരിച്ച യുവ കേരളവും കൂടി കളക്റ്റീവായിട്ട് നമ്മുടെ മുന്നിൽ വെക്കുന്നത് അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ, പല ആളുകൾ. ജോസഫ് സി മാത്യു നമുക്കറിയാം തിരുവനന്തപുരത്താണ് താമസം. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് മുൻപായിട്ട് വി എസിൻ്റെ ചിതയിൽ ഒന്ന് വന്ന് വി എസുമായി ചേർന്ന് പ്രവർത്തിച്ച ജോസഫ് സി മാത്യുവിൻ്റെ പ്രതികരണമാണ് അവസാനമായി കണ്ടത്. ഇപ്പോൾ